Good evening. Good evening. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഞാൻ ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസും ആംപ്ലിറ്റ്യൂഡും എങ്ങനെ കാണാം. എങ്ങനെയാണ് മോഡുലസ് കാണുക? അത് എല്ലായ്പ്പോഴും എല്ലാവർക്കും അറിയുന്നതാണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് ഐ പ്ലസ് ഐ വൈ ആണെങ്കിൽ മോഡുലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് കാണുക? ആംപ്ലിറ്റ്യൂഡ് കാണാൻ പ്രൊസീജിയർ ഉണ്ട്. എന്താ? ആദ്യം തീറ്റ കാണും. തീറ്റ കാണാൻ എങ്ങനെയാണ്? തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് മോഡ് വൈ ബൈ എക്സ് കാണാം. മോഡ് വൈ ബൈ എക്സ്, എക്സും വൈയും പോസിറ്റീവായിട്ട് എടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ അപ്പം ഇനി എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആ കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രന്റിലാണോ, സെക്കൻഡ് ക്വാഡ്രന്റിലാണോ, തേർഡ് ക്വാഡ്രന്റിലാണോ, ഫോർത്ത് ക്വാഡ്രന്റിലാണോ എന്ന് കൺഫേം ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാക്കണം ഒരു കാര്യം, എക്സ് ആക്സിന് മുകളിലാണെങ്കിലും വൈ ആക്സിന് മുകളിലാണെങ്കിലും ആർഗ്യുമെന്റ് നിങ്ങൾക്ക് അറിയാം. എക്സ് ആക്സിന് മുകളിലാണ്, റൈറ്റ് സൈഡിലാണെങ്കിൽ ആർഗ്യുമെന്റ് 0 ആണ്, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ആർഗ്യുമെന്റ് പൈ ആണ്, മുകളിലാണെങ്കിൽ ആർഗ്യുമെന്റ് പൈ ബൈ 2 ആണ്, താഴെയാണെങ്കിൽ ആർഗ്യുമെന്റ് മൈനസ് പൈ ബൈ 2 ആണ്. എന്താ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്? ദാറ്റ് ആർഗ്യുമെന്റ് ലൈൻ ബിറ്റ്വീൻ മൈനസ് പൈ ആൻഡ് പൈ. മൈനസ് പൈ ഓപ്പൺ, പ്ലസ് പൈ ക്ലോസ്ഡ്. ഇനി സെഡിന്റെ തീറ്റയുടെ വാല്യൂ. അപ്പം ഇതെപ്പോഴാണ് ഈ ഫോർമുല, ഈ പ്രൊസീജിയർ എപ്പോഴാണ് വർക്ക് ചെയ്യുക? ഏതെങ്കിലും ക്വാഡ്രന്റിൽ കിടക്കുമ്പോൾ. എപ്പോഴാണ് ക്വാഡ്രന്റിൽ കിടക്കുക? എക്സും വൈയും 0 അല്ലെങ്കിൽ. വാട്ട് ഈസ് ആർഗ്യുമെന്റ് ഓഫ് 0? നോട്ട് ഡിഫൈൻഡ് അല്ലേ? അപ്പൊ ഇവിടെ ആദ്യം തീറ്റ കാണുക, ടാൻ ഇൻവേഴ്സ് മോഡ് വൈ ബൈ എക്സ് കാണുക. എന്നിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ തന്നെയാണ് ആർഗ്യുമെന്റ്, സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ പൈ മൈനസ് തീറ്റയാണ് ആർഗ്യുമെന്റ്, തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് പൈ പ്ലസ് തീറ്റയാണ് ആർഗ്യുമെന്റ്, ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് തീറ്റയാണ് ആർഗ്യുമെന്റ്. ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു. വാട്ട് ഇസ് ദ ആർഗ്യുമെന്റ് ഓഫ് മോഡുലസ്? എല്ലാത്തിനെയും അറിയാൻ നിൽക്കുക. ഇതിന്റെയൊക്കെ മോഡുലസ് എന്ന് പറയുമോ വേഗം? വാട്ട് ആർ ദ മോഡുലസ്? ഇതിന്റെ മോഡുലസ് 2 ആണ്. മോഡുലസ് ഇതിന്റെ മോഡുലസ് 2 ആണ്, ഇതിന്റെ മോഡുലസ് 2 ആണ്, ഇതിന്റെ മോഡുലസ് 2 ആണ്, ഇതിന്റെ മോഡുലസ് 2 ആണ്, ഇതിന്റെ മോഡുലസ് 2 ആണ്. വാട്ട് ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ്? വാട്ട് ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ്? എങ്ങനെയാണ് നിങ്ങൾ ആംപ്ലിറ്റ്യൂഡ് കാണാം? ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് കാണാം? ഇത് നോക്കൂ, ടാൻ ഇൻവേഴ്സ് എന്താ തീറ്റ? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണ് അല്ലേ ആർഗ്യുമെന്റ്? തീറ്റ ഈസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. അപ്പോൾ 1/√3 ആണ്. അപ്പോൾ ഏത് ആംഗിൾ ടാൻ ഇൻവേഴ്സ് 1/√3 ആണെങ്കിൽ ഏതാ ആർഗ്യുമെന്റ്? ടാൻ ഇൻവേഴ്സ് 1/√3 പറയുമ്പോൾ 30 ആണ് അല്ലെ? 30 പൈ ബൈ 6 ആണ്. തീറ്റ ഈസ് പൈ ബൈ 6. പക്ഷേ ഇത് ഏതാ ക്വാഡ്രന്റ്? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ 5 മൈനസ് പൈ ബൈ 6 5 പൈ ബൈ 6. ഇതാണ് ആർഗ്യുമെന്റ്. ഓക്കെ, ഇനി ഇതേതാ ക്വാഡ്രന്റ്? ഇതേതാ? 1/√3 തന്നെയാണ്, 5/6 തന്നെയാണ്. പക്ഷെ തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് പൈ പ്ലസ് 5/6. മൈനസ് 5 π/6 ആണ്. 1+√3 ആണ്. 1+√3 ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പം ഫസ്റ്റ് ക്വാഡ്രന്റിലാകുമ്പോൾ ടാൻ ഇൻവേഴ്സ് √3 ആണ്. ടാൻ ഇൻവേഴ്സ് √3 ആകുമ്പോൾ ഏതാ കോംപ്ലക്സ് നമ്പർ? ഇതാണ് ആർഗ്യുമെന്റ് 60 ഡിഗ്രി ആണ്. ഇത് പൈ ബൈ 3 ആണ്. 1-√3 ആയി. 1-√3 പറഞ്ഞാൽ ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് തീറ്റയാണ്. ഇത് -1 -√3 ആയി. അതിന്റെ തീറ്റയുടെ വാല്യൂ ടാൻ ഇൻവേഴ്സ് √3 ആണ്. ടാൻ ഇൻവേഴ്സ് √3 is പൈ ബൈ 3. തേർഡ് ക്വാഡ്രന്റിലാണ്. ഇത് തേർഡ് ക്വാഡ്രന്റിലാകുമ്പോൾ മൈനസ് പൈ പ്ലസ് പൈ ബൈ 3 ആണ്. മൈനസ് പൈ പ്ലസ് പൈ ബൈ 3. The value will be -2 π/3. മക്കളെ ഇത് മനസ്സിലായോ? ആർഗ്യുമെന്റ് കാണാൻ പഠിച്ച മനസ്സിലായോ? മോഡുലസും ആംപ്ലിറ്റ്യൂഡും പഠിച്ച മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. To find the amplitude of a complex number, is that clear? ക്ലിയർ ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ എപ്പോഴും അതിന്റെ മോഡുലസും ആംപ്ലിറ്റ്യൂഡും കാണാൻ പഠിക്കണം. Given a complex number, you must be able to find out the modulus and amplitude. അപ്പം എന്താണ് ആംപ്ലിറ്റ്യൂഡ്? നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് കാണുക. ഇത് y ആക്സിസ് ആണ്, ഇത് ഇമാജിനറി ആക്സിസ് ആണ്, ഇത് റിയൽ ആക്സിസ് ആണ്. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ
ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ സെഡ് ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ ഇതാണ് അതിൻ്റെ മോഡുലസ്. ഇതാണ് മോഡുലസ് ആർ. ആൻഡ് ദ വാല്യൂ ഓഫ് ആർ വിൽ ബി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ ആംഗിൾ ആണ് ആർഗ്യുമെന്റ് തീറ്റ. ആർഗ്യുമെന്റ് ഇസ് ദാറ്റ്. ഇനി could you explain once again? Okay, once again. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ എങ്ങനെയാണ് അതിന്റെ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കുക? കൃഷ്ണജിത്ത് ശ്രദ്ധിക്കും. സർ ജോയിൻ ലേറ്റ്. കുഡ് യു എക്സ്പ്ലെയിൻ വൺസ് അഗൈൻ? ശ്രദ്ധിക്കും. ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിന്റെ മോഡുലസ് എങ്ങനെയാണ് കാണുക, ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് കാണുക, അതാ ഡിസ്കസ് ചെയ്യുന്നതാണ്. മോഡുലസ് കാണാൻ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടാൽ മതി. എക്സ് പ്ലസ് ഐ വൈ ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പം റൂട്ട് 3 പ്ലസ് ഐ ആണെങ്കിൽ ഇവിടെ എക്സ് മൈനസ് റൂട്ട് 3 ആണ്, വൈ 1 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 3 പ്ലസ് 1 4, 4ന്റെ സ്ക്വയർ റൂട്ട് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് 2 ആണ്. അപ്പോൾ ഇതിന്റെ മോഡുലസ് 2 ആണ്, ഇതിന്റെ മോഡുലസ് 2 ആണ്, ഇതിന്റെ മോഡുലസ് 2 ആണ്, ഇതിന്റെ മോഡുലസ് 2 ആണ്, ഇതിന്റെ മോഡുലസ് 2 ആണ്. മോഡുലസ് കാണാൻ ഇഷ്യൂ ഇല്ല. ഇനി ആർഗ്യുമെന്റ് കാണാൻ. ആർഗ്യുമെന്റ് എങ്ങനെ കാണാൻ? ആർഗ്യുമെന്റ് കാണാനുള്ള പ്രൊസീജിയർ ഇതാണ്, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ടാൻ തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് അല്ല തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് മോഡ് വൈ ബൈ എക്സ് കാണാം. തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് മോഡ് വൈ ബൈ എക്സ് കാണാം. അവിടെ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് എടുക്കാം, ടാൻ ഇൻവേഴ്സ് മോഡ് വൈ ബൈ എക്സ്. എന്നിട്ട് ഏത് ക്വാഡ്രന്റിലാണ് കോംപ്ലക്സ് നമ്പർ കിടക്കുന്നത് നോക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ആ തീറ്റ തന്നെയായിരിക്കും ആർഗ്യുമെന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ആർഗ്യുമെന്റ് വിൽ ബി പൈ മൈനസ് തീറ്റ. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് പൈ പ്ലസ് തീറ്റ ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് തീറ്റ ആയിരിക്കും. ഈ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഏത് ക്വാഡ്രന്റിലാണ് എങ്ങനെ മനസ്സിലാവുക? ഏത് ക്വാഡ്രന്റിലാണ് എങ്ങനെ മനസ്സിലാവുക? എക്സും വൈയും പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ്, എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റ്, എക്സും വൈയും നെഗറ്റീവ് ആണെങ്കിൽ തേർഡ് ക്വാഡ്രന്റ്, എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ആണെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ ഏത് ക്വാഡ്രന്റിലാണ് മനസ്സിലാക്കുക? എക്സിന്റെയും വൈന്റെയും ചിഹ്നം നോക്കിയിട്ട്. എന്നിട്ട് ഇത് ഈ ഫോർമുല എപ്പോഴാണ് വർക്ക് ചെയ്യാൻ അറിയോ? ഏതെങ്കിലും ഒരു ക്വാഡ്രന്റിൽ എക്സും വൈയും കിടക്കണം. എപ്പോഴാണ് ക്വാഡ്രന്റിൽ കിടക്കുക? എക്സും വൈയും 0 അല്ലെങ്കിൽ എക്സ് 0 ആവരുത്, വൈയും 0 ആവരുത്. അപ്പം ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ തന്നെയാണ് ആർഗ്യുമെന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ പൈ മൈനസ് തീറ്റയാണ് ആർഗ്യുമെന്റ്. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് പൈ പ്ലസ് തീറ്റ, ഇതാണ് ആർഗ്യുമെന്റ്. മൈനസ് പൈ പ്ലസ് തീറ്റയാണ് ആർഗ്യുമെന്റ്. പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇതും ആർഗ്യുമെന്റ് ആണ്, പൈ പ്ലസ് തീറ്റയും ആർഗ്യുമെന്റ് ആണ്. പക്ഷെ പൈ പ്ലസ് തീറ്റ കനോട്ട് ബി ടേക്കൺ ആസ് എ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്, ദോ ഇറ്റ് ഇസ് ആർഗ്യുമെന്റ്. പിന്നെ മൈനസ് തീറ്റ ഇസ് ദ ആർഗ്യുമെന്റ് ഇഫ് ഇറ്റ് ഇസ് ലൈങ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, ഇനി നമ്മൾ എക്സാമ്പിൾ ചെയ്യാണ്. റൂട്ട് 3 പ്ലസ് ഐയുടെ ആർഗ്യുമെന്റ് കാണുകയാണ്. ആദ്യം തീറ്റ കാണുക. തീറ്റ എന്താ? ടാൻ ഇൻവേഴ്സ് മോഡ് വൈ ബൈ എക്സ്. വൈ 1 ആണ്, എക്സ് റൂട്ട് 3 ആണ്. 1 ബൈ റൂട്ട് 3. ടാൻ ഇൻവേഴ്സ് 1 ബൈ റൂട്ട് 3 ഏതാന്ന് നോക്കാം. ടാൻ ഇൻവേഴ്സ് 1 ബൈ റൂട്ട് 3 പൈ ബൈ 6 ആണ്. ടാൻ ഇൻവേഴ്സ് 1 ബൈ റൂട്ട് 3 പൈ ബൈ 6 ആണ്. ഇനി ഏതാ ക്വാഡ്രന്റ് നോക്കാം. ഏതാ ക്വാഡ്രന്റ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ പൈ ബൈ 6 വന്നാൽ പൈ മൈനസ് പൈ ബൈ 6 ആണ്. അപ്പോൾ 5 പൈ ബൈ 6 ആണ്. ഇനി ഇത് തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിൽ മൈനസ് 5 പ്ലസ് 5 ബൈ 6 ആണ്. അതുകൊണ്ടാണ് മൈനസ് 5 ബൈ 6 ആയത്. ഇത് ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 പൈ ബൈ 3 ആണ്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് പൈ ബൈ 3 തന്നെയാണ്. ഇത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്, മൈനസ് 5 ബൈ 3 ആണ്. ഇതോ തേർഡ് ക്വാഡ്രന്റിലാണ്. ആൻസർ ഇസ് മൈനസ് 5 പ്ലസ് 5 ബൈ 3. ഐ തിങ്ക് ദിസ് ക്ലിയർ. ഓക്കെ, നൗ സ്റ്റാർട്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകണം. ഒരു കോംപ്ലക്സ് നമ്പർ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനാണ് നമ്മൾ മോഡുലസ് പറയാം. ഇനി ഇതിന്റെ എക്സ് ആക്സിലുള്ള റിഫ്ലക്ഷൻ ഇതാണ് അതിന്റെ കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ we call it as z bar. അപ്പം ഈ കോംപ്ലക്സ് നമ്പറിന്റെ പ്രത്യേകത ഈ ലെങ്ത്തും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലെങ്ത്തും അതെ. അപ്പൊ ഇത് നമുക്ക് മോഡ് z എന്നാ പറയാം. അപ്പൊ ഇത് മോഡ് z ബാർ ആണ്. അപ്പൊ ഇതിന്ന് കിട്ടുന്ന ആദ്യത്തെ റൂളാണ് എന്താ? ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റും ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും റിഫ്ലക്ഷൻസ് ഓഫ് ഈച്ച് അതർ on the line mirror y is equal to x, on the line mirror x axis ആണ്. z ഉം z ബാറും റിഫ്ലക്ഷൻസ് ഓഫ് ഈച്ച് അതർ ആണ്.
on the line mirror x-axis. X-axis ആവുന്ന ലൈൻ മിററിലെ റിഫ്ലക്ഷൻസ് ഓഫ് ഈച്ച് അതർ ആണ് സെഡും സെഡ് ബാറും. അതുകൊണ്ട് തന്നെ സെഡും സെഡ് ബാറും സമമാവുമ്പോൾ, സെഡും സെഡ് ബാറും ഈക്വൽ ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഒന്നാവുമ്പോൾ അത് റിയൽ ആവും. സെഡ് ബിക്കംസ് പ്യൂർലി റിയൽ. അപ്പം ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് 0 ആയിരിക്കും. അപ്പോൾ സെഡും സെഡ് ബാറും ഈക്വൽ ആയാൽ സെഡ് പ്യൂർലി റിയൽ ആവും. അപ്പം പ്യൂർലി റിയൽ ആവും. അപ്പോൾ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് 0 ആയിരിക്കും. ഇതൊരു കൺസെപ്റ്റാണ്. പിന്നെ മോഡുലസ് ഓഫ് സെഡും മോഡുലസ് ഓഫ് സെഡ് ബാറും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റും ആ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസും സെയിം ആയിരിക്കും. കോൺജുഗേറ്റിന്റെ മോഡുലസും കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസും സെയിം ആയിരിക്കും. പിന്നെ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ മൈനസ് തീറ്റ ആയിരിക്കും. അപ്പോൾ ആർഗ്യുമെന്റ് ഓഫ് സെഡും ആർഗ്യുമെന്റ് ഓഫ് സെഡ് ബാറും തമ്മിലുള്ള ബന്ധം ഒന്ന് മറ്റേതിന്റെ നെഗറ്റീവ് ആയിരിക്കും. ആർഗ്യുമെന്റ് ഓഫ് സെഡ് തീറ്റ ആണെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് സെഡ് ബാർ മൈനസ് തീറ്റ ആയിരിക്കും. ദിസ് ഇസ് പ്രോപ്പർട്ടി നമ്പർ 2. മൂന്നാമത്തെ പ്രോപ്പർട്ടി സെഡ് ബാർ സെഡ് തന്നെ ആയിരിക്കും. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റിന്റെ കോൺജുഗേറ്റ് കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കും. ഇത് വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. പിന്നെ ഈ കൺസെപ്റ്റ് എന്താ നമ്മളിപ്പോൾ പറഞ്ഞത്? സെഡും സെഡ് ബാറും ഈക്വൽ ആയാൽ റിയൽ സെഡ് പ്യൂർലി റിയൽ ആവും. അപ്പൊ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് 0 ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ ഇതും കൂടി പഠിച്ചോളൂ നിങ്ങൾ. സെഡ് മൈനസ് സെഡ് ബാർ ആയാൽ അത് പ്യൂർലി ഇമാജിനറി ആവും. റിയൽ പാർട്ട് ഓഫ് സെഡ് 0 ആവും. സെഡ് പ്യൂർലി ഇമാജിനറി ആയാൽ റിയൽ പാർട്ട് ഓഫ് സെഡ് 0 ആവും. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നോക്കൂ, സെഡും സെഡ് ബാറും ഈക്വൽ ആയാൽ ഇത് ജോമെട്രിക്കൽ വഴിയല്ലേ, ഇത് ആൾജിബ്രിക് വഴി. എന്താ? സെഡും സെഡ് ബാറും ഈക്വൽ ആയെന്ന് നമുക്ക് സംഭവിക്കാം. എക്സ് പ്ലസ് ഐ വൈയും എക്സ് മൈനസ് ഐ വൈയും ഈക്വൽ ആവും. അപ്പൊ എക്സും ക്യാൻസൽ ആവുമ്പോൾ 2iy 0 ആവും. എന്ന് വെച്ചാൽ y 0 ആവും. y becomes 0. iy 0 ആവുമ്പോൾ y 0 ആവും. ഓക്കെ അല്ലേ? y 0 ആവും. y 0 ആയാൽ പ്യൂർലി റിയൽ ആവും. അതുകൊണ്ടാണ് സെഡും സെഡ് ബാറും ഈക്വൽ ആയ പ്യൂർലി റിയൽ ആണ്. ഇനി അതേപോലെ സെഡ് മൈനസ് സെഡ് ബാർ അയച്ചോ. സപ്പോസ് സെഡ് ഇസ് മൈനസ് സെഡ് ബാർ. മൈനസ് സെഡ് ബാർ എന്താ സംഭവിക്കുക? എക്സ് പ്ലസ് ഐ വൈ വിൽ ബി ഈക്വൽ ടു മൈനസ് സെഡ് ബാർ. ഇറ്റ് ഇസ് മൈനസ് എക്സ് പ്ലസ് ഐ വൈ. ഈ ഐ വൈ വെട്ടിപ്പോ ഈ എക്സ് എടുക്കുമ്പോൾ 2x 0 ആവും. അപ്പൊ എക്സ് 0 ആവും. എക്സ് 0 ആയാൽ അത് പ്യൂർലി ഇമാജിനറി ആവും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ആലോചിക്കാം. എന്താ? സെഡും സെഡ് ബാറും ഈക്വൽ ആയാൽ പ്യൂർലി റിയൽ ആവും. സെഡും മൈനസ് സെഡ് ബാറും ഈക്വൽ ആയാൽ പ്യൂർലി ഇമാജിനറി ആവും. ഓക്കെ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും കോംപ്ലക്സ് നമ്പേഴ്സ് ഈ മോഡുലസിന് വേറെ പ്രത്യേകത ഉണ്ട്. എന്താ? Z1 പ്ലസ് Z2 ബാർ എന്ന് പറയുന്നത് Z1 ബാർ പ്ലസ് Z2 ബാർ ആണ്. അത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബാർ എടുത്താൽ ബാർ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് സമാണ്. പിന്നെ Z1 by Z2 whole bar will be equal to Z1 bar divided by Z2 bar. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കോൺജുഗേറ്റ്സ് ആണ്. ഈ പ്രോപ്പർട്ടീസ് ഓഫ് കോൺജുഗേറ്റ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ബോർഡിന് വേണോ ചോദിച്ചാൽ അറിയണ്ടാവില്ല, പക്ഷെ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഇതിന് കൂടെ ഒരു കാര്യം കൂടി വളരെ പ്രധാനമായിട്ടുണ്ട്. സെഡ് ബാർ 9ാമത്തെ റിസൾട്ടാണ്. സെഡ് ബാറിന്റെ വാല്യൂ എന്താ മക്കളെ? സെഡ് ബാർ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ ആണ് അല്ലേ? സെഡ് ബാർ പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ ആണ്.
x plus iy into x minus iy ആണ്. x plus iy into x minus iy എന്താ? x square minus I square y square ആണ്. I square minus 1 ആയതുകൊണ്ട് x square minus വരുന്നുണ്ട് x square plus y square വരും. മോഡ് സെറ്റിന്റെ വാല്യൂ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മോഡ് സെറ്റ് സ്ക്വയർ ആണ്. അപ്പം സെറ്റ് ബാറിന്റെ വാല്യൂ മോഡ് സെറ്റ് സ്ക്വയർ ആണ്. ദിസ് ഇസ് പോയിന്റ് നമ്പർ 9. ഇതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഫോളോ ചെയ്യും. മോഡ് സെറ്റ് 1 ആണെങ്കിൽ സെറ്റ് ബാർ 1 ആവും, സെറ്റ് 1 by സെറ്റ് ബാർ ആവും, ഓർ സെറ്റ് ബാർ ഇസ് 1 by set. അപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സ് ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും റെസിപ്രോക്കൽസ് ആവും ഇഫ് ഇറ്റ്സ് മോഡുലസ് ഇസ് 1. മോഡുലസ് 1 ആണെങ്കിൽ കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും റെസിപ്രോക്കൽസ് ആവും. ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും റെസിപ്രോക്കൽ ആവണമെങ്കിൽ അതിന്റെ മോഡുലസ് 1 ആയാൽ മതി. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. മോഡ് സെറ്റ് 1 ആണെങ്കിൽ സെറ്റ് ബാർ 1 ആണ്. സെറ്റും സെറ്റ് ബാറും റെസിപ്രോക്കൽസ് ആണ്. അഥവാ സെറ്റും സെറ്റ് ബാറും റെസിപ്രോക്കൽസ് ആണെങ്കിൽ മോഡ് സെറ്റിന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ whenever you see a complex number with modulus 1, you have to understand that its conjugate is the reciprocal, right? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി വെക്കാം. കോൺജുഗേറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് കോൺജുഗേറ്റ്സ്. ഓക്കെ ആണോ മക്കളെ? Is that okay? Reflections of each other ആയിരിക്കും. സെറ്റിന്റെ ആർഗ്യുമെന്റ് തീറ്റ ആണെങ്കിൽ സെറ്റ് ബാറിന്റെ ആർഗ്യുമെന്റ് മൈനസ് തീറ്റ ആയിരിക്കും. സെറ്റും സെറ്റ് ബാറും ഈക്വൽ ആയാൽ പ്യൂർലി റിയൽ ആവും. സെറ്റും സെറ്റ് ബാറും സെറ്റ് മൈനസ് സെറ്റ് ബാർ ആയാൽ പ്യൂർലി ഇമാജിനറി ആവും. ഇത് എല്ലാ ദിവസവും റിവൈസ് ചെയ്യണം. പിന്നെ സെറ്റ് ബാർ മോഡ് സെറ്റ് സ്ക്വയർ ആണ്. മോഡ് സെറ്റ് 1 ആയാൽ സെറ്റും സെറ്റ് ബാറും റെസിപ്രോക്കൽസ് ആയിരിക്കും. പിന്നെ മോഡ് സെറ്റും മോഡ് സെറ്റ് ബാറും ഈക്വൽ ആണ്. സെറ്റ് ബാർ സെറ്റ് ആണ്. പിന്നെ Z1 plus Z2 മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും ഇറ്റ് ഈസ് വെൽ ബിഹേവ്ഡ്, റൈറ്റ്? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫൈൻഡ് ദ കോൺജുഗേറ്റ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ. നമ്മൾ ചോദ്യം എക്സാമ്പിൾ 7. ഫൈൻഡ് ദ കോൺജുഗേറ്റ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ. അപ്പോൾ കോൺജുഗേറ്റ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ പറയുമ്പോൾ അതിൻ്റെ ബാർ ഇട്ടാൽ മതി. 3 minus 2y ഇൻറ്റു അത് മൊത്തം മൾട്ടിപ്ലൈ ആയിട്ട് എങ്ങനെ ആക്കുന്നു വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. 2 plus 3i ഡിവൈഡഡ് ബൈ 1 plus 2y ഇൻറ്റു 2 minus i. അതിൻ്റെ കോൺജുഗേറ്റ് ആണ് ചോദിച്ചത്. ഇതാണ് അതിൻ്റെ കോൺജുഗേറ്റ്. അപ്പം നമ്മളിപ്പോൾ പഠിച്ച റിസൾട്ട് പ്രകാരം Z1 Z2 കോൺജുഗേറ്റ് എന്താ? Z1 കോൺജുഗേറ്റ് ഇൻറ്റു Z2 കോൺജുഗേറ്റ് ആണ്. Z1 by Z2 കോൺജുഗേറ്റ് എന്താ? Z1 കോൺജുഗേറ്റ് ബൈ Z2 കോൺജുഗേറ്റ് ആണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ കോൺജുഗേറ്റ് 3 minus 2i കോൺജുഗേറ്റ് 3 plus 2i ഇൻറ്റു 2 plus 3i കോൺജുഗേറ്റ്. ഇൻഡിവിജ്വൽ ആയിട്ട് കോൺജുഗേറ്റ് വെക്കാം. അതായത് ഇതേ സാധനം നമുക്ക് ഇങ്ങനെ എഴുതാം. ഞാൻ സ്റ്റെപ്പ് എഴുതുന്നത് കൂടുതൽ സ്റ്റെപ്പ് എഴുതേണ്ട വെച്ചിട്ടാണ്, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്റ്റെപ്പ് എഴുതാം. 3 minus 2i മുകളിലൊരു ബാർ ഇടുക, പിന്നെ 2 plus 3i മുകളിലൊരു ബാർ ഇടുക. നിങ്ങൾ വേറെ വിധത്തിൽ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെയും ചെയ്യാൻ നോക്കുക. അത് ഫുൾ സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സ് പ്ലസ് ഐ വൈ ഫോമിലാക്കിയിട്ട് എക്സ് മൈനസ് ഐ വൈ എഴുതിയാലും ശരിയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയും ശരിയാണ്, ഇങ്ങനെ ചെയ്താലും ശരിയാണ്. 1 plus 2i ബാർ പിന്നെ 2 minus i ബാർ. അപ്പം 3 minus 2i ബാർ എന്നാൽ 3 plus 2i ആണ്. ഇൻറ്റു 2 plus 3i ബാർ 2 minus 3i ആണ്. ഡിവൈഡഡ് ബൈ 1 plus 2i ബാർ 1 minus 2i ആണ്. 2 minus i ബാർ 2 plus i ആണ്. ഇനി അത് വേണമെങ്കിൽ വൃത്തിയിലാക്കാം. ഓക്കെ, എങ്ങനെ വൃത്തിയിലാക്കാം? മൾട്ടിപ്ലൈ ചെയ്യുക. യു റൈറ്റ് ദാറ്റ് ഇൻ ദ ഫോം a plus ib. ഇത് എങ്ങനെ വൃത്തിയിലാക്കാം? ആദ്യം റിയൽ പാർട്ട് എഴുതിക്കൊള്ളൂ. 3 2 6 2i 3i പ്ലസ് 3 2 6 പിന്നെ മൈനസ് 3 3 9i 2i പ്ലസ് 4i അല്ലേ? ഡിവൈഡഡ് ബൈ 1 into 2 2 minus 2i plus i plus 2 പിന്നെ പ്ലസ് i മൈനസ് 4i
സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 മൈനസ് 5i ഡിവൈഡഡ് ബൈ 4 മൈനസ് 3i. അത് വേണമെങ്കിൽ 4 പ്ലസ് 3i കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? ആൻസർ വിൽ ബി, വാട്ട് ഇസ് ആൻസർ? താഴെ 4 പ്ലസ് 3i ഇൻറ്റു 4 മൈനസ് 3i. ഇറ്റ് ഇസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 25. ഇനി 12 ഇൻറ്റു 4 48. പിന്നെ മൈനസ് 5i ഇൻറ്റു 3i 15i സ്ക്വയർ പ്ലസ് 15. പിന്നെ 12 into 3i, it is 36i. Minus 5i into 4, minus 20i. അത് സിംപ്ലിഫൈ ചെയ്യാം. 48 15 എത്രയാ? 3 4 5 63. 63 പ്ലസ് 16i ഡിവൈഡഡ് ബൈ 25. This is your answer. ഇത് നേരെ ഇത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 63/25 മൈനസ് 16/25 ആക്കിയിട്ട് അതിന് പ്ലസ് ആക്കിയാലും മതി, കുഴപ്പമില്ല. ഇത് വൃത്തിയിലാക്കി സിംപ്ലിഫൈ ചെയ്തിട്ട് അതിന് a പ്ലസ് ib ഫോമിൽ എഴുതിയിട്ട് a മൈനസ് ib എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ആൻസർ ഇസ് 63/25 പ്ലസ് 16i. അടുത്ത ചോദ്യം, എക്സ് പ്ലസ് ഐ വൈയുടെ വാല്യൂ a പ്ലസ് ib ബൈ a മൈനസ് ib ആണ്. പ്രൂവ് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് 1. ഇത് നിങ്ങൾ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ടൊന്നും ചെയ്യേണ്ട. എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മോഡുലസ് എടുക്കുക. ടേക്ക് മോഡുലസ് ഓൺ ബോത്ത് സൈഡ്സ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മോഡുലസ് എടുക്കുക. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ will be equal to modulus of a plus ib divided by a minus ib. What is modulus of x plus iy? It is root of x square plus y square. Modulus of a plus ib divided by modulus of a minus ib. ഇതിന്റെ കോൺജുഗേറ്റ് ആണ്. അപ്പോൾ സെറ്റും സെറ്റ് ബാറും ഈക്വൽ ആണ്. ഇതിന്റെ വാല്യൂ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് താഴെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സ്ക്വയർ ആണ്. ആൻസർ 1 ആണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 1 ആണ്. സ്ക്വയർ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് 1 ആണ്. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇത് മറ്റേ മാതിരി ചെയ്ത് ജസ്റ്റ് ടേക്ക് മോഡുലസ് ഓൺ ബോത്ത് സൈഡ്സ്, റൈറ്റ്? അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് I raised to 18 plus 1 by I raised to 25 cube. I raised to 18, ഐയുടെ പവർ ഈവൻ ആണ്. ഈവൻ പവർ ആണെങ്കിൽ ഒന്നുകിൽ അത് 1 ആവും അല്ലെങ്കിൽ -1 ആവും. I raised to 18ന്റെ വാല്യൂ 18 4ന്റെ മൾട്ടിപ്പിൾ അല്ല, അവിടെ അത് -1 ആണ്. -1 പ്ലസ് 1 by I പറഞ്ഞാൽ -i ആണ്. അപ്പോൾ it is -i whole raised to 25 ആണ്. whole cube. I raised to -i raised to 25 ആണ്, -i ആണ്. It is -1 minus I raised to 25 whole raised to 3. I raised to 25 ആണ്, I raised to 24 into I ആണ്. 24 4ന്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് I ആണ്. -1 minus I whole raised to 3 ആണ്. -1 minus I whole raised to 3. അത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പം മൈനസ് ഓഫ് 1 plus I whole raised to 3. മൈനസ് വേണമെങ്കിൽ പുറത്തെടുക്കാം. യു നോ a plus b the whole cube is a cube plus b cube plus 3ab into a plus b. This a cube plus b cube plus 3ab into a plus b. It is minus of 1. I square is I cube is I square into I. It is minus I plus 3I minus 3I square. About minus 3. But the value will be 1 minus 3 is -2.
1i minus 3i. Minus I plus 3i is plus 2i. The answer will be 2 minus 2i. ഇതിന്റെ ഉത്തരം എന്താ? 2 minus 2i ആണ് ഉത്തരം. Simplify that. 2 minus 2i ആണ്. Is that okay, മക്കളെ? Simplify the മനസ്സിലായോ? ശരിയല്ലേ? I raised to 18ന്റെ വാല്യൂ -1 ആണ്. 1/iയുടെ വാല്യൂ -i ആണ്. അതറിയാലോ, 1/i മുകളിലും താഴെയും -i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -i all raised to 25. -i raised to 25 is -i raised to 24 into i. I raised to 24ന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ -i -1 -i raised to 3. മൈനസ് പുറത്തെത്താൽ -1 ക്യൂബ് ആണ് ഇൻറ്റു 1 plus i ക്യൂബ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്താൽ 1 ക്യൂബ് പ്ലസ് i ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു a plus b. Simplify that. 1 minus i plus 3i minus 3. So 1 minus 3 is minus 2 plus 2i. പുറത്തൊരു മൈനസ് ഉണ്ട്. 2 minus 2i. Right. അടുത്ത ചോദ്യം. For any two complex numbers z1 and z2, prove that real z1 z2 equals real z2 minus imaginary z1 into imaginary z2. ഇത് നല്ലത് എന്താ പറയുക? ചെയ്യാൻ നല്ലത് z1 പകരം x1 plus iy1 വിചാരിക്കാം. Let z1 equals x1 plus iy1. അപ്പോൾ x1 ആണ് റിയൽ പാർട്ട് ഓഫ് z1, y1 ആണ് ഇമാജിനറി പാർട്ട് ഓഫ് z1. And you take z2 as x2 plus iy2. x2 will be the real part of z2 and y2 will be the imaginary part of z2. ഇനി z1 z2 ആണ്, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും. z1 z2 എന്താ? x1 plus iy1 into x2 plus iy2. അത് മൾട്ടിപ്ലൈ ചെയ്യാം. x1 plus iy1 into x2 plus iy2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ x1 into x2 വരും. പിന്നെ x1 iy2 അത് ഇമാജിനറി പാർട്ട് ആവില്ല. ഈ iy1 into iy2 എന്താ? മൈനസ് y1 y2 അത് റിയൽ പാർട്ടായിട്ട് വരും. പ്ലസ് i പാർട്ട് എടുത്താൽ i ഏതൊക്കെ വരാം? ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ i വരും, ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ i വരും. അപ്പോൾ ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 into iy2 i പുറത്തെടുത്താൽ x1 y2 പ്ലസ് iy1 into x2 i പുറത്തെടുത്താൽ x2 y1. ഇതാണ് z1 z2ന്റെ വാല്യൂ. അപ്പൊ ചോദ്യം റിയൽ പാർട്ട് ആണ് ചോദ്യം, അല്ലേ? അപ്പൊ വാട്ട് ഇസ് റിയൽ പാർട്ട് ഓഫ് z1 z2? റിയൽ പാർട്ട് ഓഫ് z1 z2 പറഞ്ഞാൽ ഇതാണ് റിയൽ പാർട്ട്, ഇതാണ് ഇമാജിനറി പാർട്ട്. റിയൽ പാർട്ട് ഓഫ് z1 z2 is x1 x2 minus y1 y2. ഇനി x1 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? x1 എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് z1 ആണ്. x2 പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് z2 ആണ്. മൈനസ് y1 എന്ന് പറഞ്ഞാലോ ഇമാജിനറി പാർട്ട് ഓഫ് z1 ആണ്. y2 പറഞ്ഞാലോ ഇമാജിനറി പാർട്ട് ഓഫ് z2 ആണ്. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് z1 z2 is real z1 into real z2 minus im z1 into im z2. കൺസെപ്റ്റ് ഓഫ് അത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണത്. രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഇസ് ദ ഇമാജിനറി പാർട്ട് ഓഫ്, വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. അത് ചോദിച്ചിട്ടില്ല, ഞാൻ വെറുതെ പറയാം. അപ്പോൾ ഇങ്ങനെ ചോദിച്ചൂടെ? വാട്ട് ഇസ് ഷോ ദാറ്റ് വാട്ട് ഇസ് ദ ഇമാജിനറി പാർട്ട് ഓഫ് ദാറ്റ്? വാട്ട് ഇസ് ഇമാജിനറി പാർട്ട് ഓഫ് z1 z2? ഇത് ചോദിച്ചില്ല, ഇങ്ങനെയും ചോദിക്കാം. വാട്ട് ഇസ് ഇമാജിനറി പാർട്ട് ഓഫ് z1 z2? ഇമാജിനറി പാർട്ട് ഓഫ് z1 z2 ഇതാണ്. ഇറ്റ് ഇസ് x1 y2 പ്ലസ് x2 y1. അപ്പൊ x1 നമുക്ക് എന്ത് പറയാം? റിയൽ പാർട്ട് ഓഫ് z1 into y2 പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് z2 പ്ലസ് x2 പറഞ്ഞാൽ എന്താ? റിയൽ പാർട്ട് ഓഫ് z2
y1 imaginary part of z1. അപ്പം ഇതും ചോദിക്കാം. ഷോ ദാറ്റ് ഇമാജിനറി പാർട്ട് ഓഫ് z1 z2 ഇസ് റിയൽ പാർട്ട്. ഇപ്പം ഇതാണ് നിങ്ങൾ NCERT ബുക്കിലുള്ളത്. ചിലപ്പം ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇമാജിനറി പാർട്ട് ഓഫ് z1 z2 ഇസിക്കൽ പ്രൂവ് ദാറ്റ് ഇമാജിനറി പാർട്ട് ഓഫ് z1 z2 ഇസിക്കൽ റിയൽ z1 ഇൻ z2. കണ്ടാൽ പേടിക്കും. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ് ഐഡിയ അല്ലേ? അപ്പം എപ്പോഴും NCERT അതേ ഡിറ്റോ ചോദിക്കണമെന്നില്ല. ഈ റിയൽ NCERT റിയൽ z1 z2 ആണ് ചോദിച്ചത്. ചിലപ്പോൾ NCERT ഇമാജിനറി z1 z2 ചോദിക്കാം. അപ്പോൾ ഓൺലി തിങ്സ് ദാറ്റ് z1 വരെയും x1 പ്ലസ് iy വേണം, z2 വരെ x2 പ്ലസ് iy കൊടുത്തിട്ട് z1 z2 മൾട്ടിപ്ലൈ ചെയ്ത് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം, ഇൻടു സ്റ്റാൻഡേർഡ് ഫോം. എന്താ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ x പ്ലസ് iy. റൈറ്റിംഗ് ദ കോംപ്ലക്സ് നമ്പർ ഇൻ ദ ഫോം x പ്ലസ് iy പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഫോം. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതുന്നതിനാണ് പറയുന്നത്. അപ്പോൾ അത് ആദ്യം ഇത് വൃത്തിയിലാക്കാം. എങ്ങനെ ഇത് വൃത്തിയിലാക്കാം? You can take LCM. ഇത് LCM എടുത്തോളൂ. അപ്പോൾ 1 minus 4i into 1 plus i. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 plus i minus 2 into 1 minus 4i. ഇത് ബ്രാക്കറ്റ് into 3 minus 4i divided by 5 plus i. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി ഇത് വൃത്തിയിലാക്കിയാൽ 1 minus 2 it is minus 1 I plus 8i 9i divided by 1 minus 4i into 1 plus i multiply ചെയ്താൽ എന്ത് കിട്ടും? 1 4i into i is minus 4i square ആണ്. 4i square is plus 4. അപ്പോൾ 1 plus 4 വരും 5 വരും. പിന്നെ i minus 4i minus 3i വരും into 3 minus 4i divided by 5 plus i. ഇത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം minus 1 into 3 it is 3 minus 3 9i into 4i plus 36 minus 1 into that plus 4i 9i 3i 27i divided by ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 into 5 25 minus 3i I minus 3i square plus 3 പിന്നെ plus 5i minus 15i. അത് വൃത്തിയിലാക്കി എങ്ങനെ ഉണ്ടാവും? 36ഉം 3ഉം 33 പിന്നെ 27ഉം 4ഉം 31 ഡിവൈഡഡ് ബൈ 25ഉം 3ഉം 28 പിന്നെ മൈനസ് 10i. ശരിയല്ലേ? 25 പ്ലസ് 10i. ഇനി അത് എന്ത് ചെയ്യണം? 25 പ്ലസ് 10i കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. You multiply this with conjugate of the denominator. 28 plus 10i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും മുകളിലും താഴെ. അപ്പം എന്താണ് അവസാനം കിട്ടുക? താഴെ 28 സ്ക്വയർ പ്ലസ് 100 28 സ്ക്വയർ പ്ലസ് 100 മുകളിൽ 33 into 28 പിന്നെ 3i സ്ക്വയർ 3i 310i സ്ക്വയർ മൈനസ് 310 അല്ലേ? പിന്നെ 33 into this 330i plus I into 330 plus 31 into 28. അത് സിംപ്ലിഫൈ ആണ്. ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ സമയമില്ല, ഞാൻ സിംപ്ലിഫൈ ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്കത് ബോർഡിന് ചോദിച്ചാൽ കാൽക്കുലേറ്ററിലുണ്ട്, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഞാനത് സിംപ്ലിഫൈ ചെയ്യാനില്ല. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, വൃത്തിയിലാക്കുക, അത്രയേ ഉള്ളൂ. ഇതൊന്നും ചോദിക്കില്ല സാറിന്. ഇതൊന്നും കോംപ്ലിക്കേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. പക്ഷേ NCERTയിലെ ചോദ്യമാണത്. A+IB ഫോമിൽ എഴുതുക, അത്രയേ ഉള്ളൂ. അടുത്തത് ഇത് ചോദിക്കാറുള്ള ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമല്ല. സിമ്പിൾ ചോദ്യമാണ്, എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. എക്സ് മൈനസ് iy ഇതാണെങ്കിൽ ട്രൂ ദാറ്റ് x² + y²
whole square equals a square plus b square by c square plus d square. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഇതും അതെ, കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത മാതിരി തന്നെ ടേക്ക് ദ മോഡുലസ് ഓൺ ബോത്ത് സൈഡ്. എക്സ് പ്ലസ്, ഇതാണ് ചോദ്യം അല്ലേ? ചോദ്യം എന്താ? എക്സ് പ്ലസ് ഐ വൈ അല്ല എക്സ് മൈനസ് ഐ വൈ is equal to root of a minus ib divided by c minus id. You take the modulus on both sides. Take modulus on both sides. Left side lum right side lum modulus irukka. Ivide modulus irukka x plus x minus iy modulus is equal to modulus of root of a plus ib divided by c minus ib. A plus ib അല്ല, a minus അല്ലേ? a minus ib. ഇതൊന്ന് റീഫ്രെയിം ചെയ്യണം. എങ്ങനെയാണ്? ഇറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഐ വൈ. കുഴപ്പമില്ല. ഇത് നമുക്ക് ഈ മോഡുലസ് റൂട്ടിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് മോഡുലസ് ഓഫ് z റേസ് ടു n is equal to മോഡുലസ് ഓഫ് z ഹോൾ റേസ് ടു n. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഐഡിയ ആണ്. മോഡുലസ് ഓഫ് അത് n ഫ്രാക്ഷൻ ആണെങ്കിലും വർക്ക് ചെയ്യും. അപ്പം അതുകൊണ്ട് ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം: റൂട്ട് ഓഫ് മോഡുലസ് എ മൈനസ് ഐ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് സി മൈനസ് ഐ. ഓക്കെ ആണോ മക്കളെ? ഇനി ഈ റൂട്ട് കളയാൻ വേണ്ടി സ്ക്വയർ ചെയ്യാം, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. റൂട്ട് കളയാൻ വേണ്ടി സ്ക്വയർ ചെയ്യാം. അപ്പൊ എന്താ കിട്ടാം? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യോളൂ, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്താ മക്കളെ? വാട്ട് ഇസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഐ വൈ ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ is equal to root of modulus of a plus ib is root of a square plus b square divided by what is modulus of c plus id? Root of c square plus d square. ഇതൊന്നും തോന്നില്ല നിങ്ങൾക്ക്, അതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി തോന്നില്ല. എന്നിട്ട് ഈ റൂട്ട് കളയാൻ വേണ്ടി സ്ക്വയർ ചെയ്യുക, സ്ക്വയർ ബോത്ത് സൈഡ്സ്, സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ പുറത്തെ റൂട്ട് എന്താവും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. ഇനി ഈ റൂട്ട് പോകണ്ടേ? ഒന്നുകൂടി സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ഇറ്റ് അഗെയിൻ സ്ക്വയറിംഗ്. both sides. Again square both sides. അപ്പോൾ എന്ത് കിട്ടും? x square plus y square whole square is equal to a square plus b square divided by c square plus d square. ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? ഹെൻസ് എ പ്രൂഫ്. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റാണ് സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്താ? മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു n is equal to mod z റേസ് ടു n. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡുലസ് ഓഫ് സെറ്റ് 1 സെറ്റ് 2 is മോഡുലസ് ഓഫ് സെറ്റ് 1 into മോഡുലസ് ഓഫ് സെറ്റ് 2. മോഡുലസ് ഓഫ് സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3 is മോഡുലസ് ഓഫ് സെറ്റ് 1 into മോഡുലസ് ഓഫ് സെറ്റ് 2 into മോഡുലസ് ഓഫ് സെറ്റ് 3. ഓക്കെ. സെറ്റ് 1ന്റെ വാല്യൂ 2 മൈനസ് ഐ ആണ്. അഞ്ചാമത്തെ ചോദ്യം. ഇഫ് സെറ്റ് 1ന്റെ വാല്യൂ 2 മൈനസ് ഐ ആണ്, സെറ്റ് 2ന്റെ വാല്യൂ 1 പ്ലസ് ഐ ആണ്, what is the value of mod z1 plus z2 plus 1 by z1 minus z2 plus 1? അപ്പോൾ ആദ്യം z1 plus z2 കണ്ടോളൂ. What is z1 plus z2? 2 minus I plus 1 plus I. I വെട്ടിപ്പോവും. The value is 3. What is z1 minus z2? It is 2 minus I minus 1 plus I. 2 minus 1 is 1, minus I is minus 2i.
അപ്പോൾ Z1 minus Z2 കിട്ടി. ഇനി ഇതിൻ്റെ വാല്യൂ കാണാം. Now what's the value of this? Therefore, Z1 plus Z2 plus 1 divided by Z1 minus Z2 plus 1 is equal to എന്താ നോക്കാം. Z1 plus Z2ന്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3 plus 1 divided by Z1 minus Z2ന്റെ വാല്യൂ 1 minus 2y ആണ്. അപ്പോൾ 1 minus 2y plus 1. ഇവിടെ മോഡുലസ് എടുക്കുക, ഇവിടെയും മോഡുലസ് എടുക്കുക. അപ്പോൾ what is modulus of 4? 4 ഉണ്ട്. Divided by modulus of 2 minus 2y. 4 by modulus of 2 minus 2y. Now what is the value of this? It is 4 divided by, what is modulus of 2 minus 2y? What is modulus of x plus I by makle? Root of x square plus y square. Or what is modulus of 2 minus 2y? Root of 2 square plus 2 square. It is 4 by 4 plus 4 8. 4 the 8 square root 2 root 2. Answer will be root 2. But root 2 is the answer, right? 2 by root 2 ന്റെ value root 2 അല്ലേ? അപ്പോൾ അതിന്റെ ഉത്തരം root 2 ആണ്. ആറാമത്തെ ചോദ്യം. If a plus ib is x plus I whole square by 2x square plus 1, prove that a square plus b square is equal to x square plus 1 whole square by 2x square plus 1 whole square. കേട്ടോ, ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ട്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വന്നാൽ തീർച്ചയായിട്ടും എയും ബിയും കണ്ട ആവശ്യമില്ല. ഇത് സ്ക്വയർ മോഡുലസ് ഇട്ടാൽ മതി. ടേക്ക് മോഡുലസ് ഓൺ ബോത്ത് സൈഡ് ആൻഡ് ദെൻ ജസ്റ്റ് സ്ക്വയർ. ബട്ട് ടേക്ക് മോഡുലസ് ഓൺ ബോത്ത് സൈഡ്സ്. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഫുൾ മൾട്ടിപ്ലൈ ആയിട്ട് വൃത്തിയിലാക്കൊന്നും വേണ്ട. ടേക്ക് മോഡുലസ് ഓൺ ബോത്ത് സൈഡ്, ദാറ്റ് ഇസ് ഇനഫ്. ബട്ട് ടേക്ക് മോഡുലസ് ഓൺ ബോത്ത് സൈഡ്സ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മോഡുലസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ മോഡുലസ് വെക്കുമ്പം മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി വരും. ഇവിടെ മോഡുലസ് വെക്കുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ പ്ലസ് 1 ഇങ്ങനെ വരും അല്ലേ? മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി ഈക്വൽസ് ദാറ്റ്. ഇനി ഇത് നമുക്ക് എങ്ങനെ വൃത്തിയിൽ എഴുതാം? ഇങ്ങനെ വൃത്തിയിൽ എഴുതാം. What is modulus of a plus ib? Root of a square plus b square is equal to, ഇത് modulus of numerator by modulus of denominator ആണ്. അപ്പോൾ modulus of x plus I the whole square divided by modulus of 2x square plus 1. 2x square plus 1 already positive 1. 2x square plus 1 real number ആണ്. അപ്പോൾ what is modulus of 2x square plus 1? Modulus of 2x square plus 1 is 2x square plus 1 itself. Positive ആണ് അത് തന്നെയല്ലേ? What is modulus of 2? 2. Modulus of 10? 10. അപ്പോൾ modulus of 2x square plus 1 പോസിറ്റീവ് ആണ്. 1 ആണ് എൻ്റെ മിനിമം വാല്യൂ. 2x square plus 1 പോസിറ്റീവ് ആയതുകൊണ്ട് 2x square plus 1 തന്നെയാണ്. ഇനി നമ്മൾ പഠിച്ചു modulus of z raised to n is mod z raised to n ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. It is modulus of x plus I whole square divided by 2x square plus 1. What is modulus of x plus I? Root of x square plus 1. Root of x square plus 1 whole square divided by 2x square plus 1. ഇതാണ് root of a square plus b square. അപ്പം ഇവിടെ റൂട്ടും സ്ക്വയറും വരുമ്പോൾ റൂട്ടുകൾ പോകും. അപ്പം എന്ത് കിട്ടും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ is equal to എന്താവും? x square plus 1 divided by 2x square plus 1. Now square both sides. എന്താ കിട്ടുക? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്താൽ you get a square plus b square is equal to x square plus 1 the whole square divided by 2x square plus 1 the whole square. Answer. x square plus 1 the whole square by 2x square plus 1 the whole square. ഇത് മോഡുലസ് വെച്ചിട്ട് തന്നെ ചെയ്യണം. വേറെ വഴിക്ക് ചെയ്യരുത്, എക്സ്പാൻഡ് ചെയ്തിട്ടൊന്നും ചെയ്യരുത്.
A കാണുക, B കാണുക, A square plus B square അങ്ങനെയൊന്നും ചെയ്യരുത്. This is the best way. വെറും മോഡുലസ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മോഡുലസ് എടുക്കാമെന്ന് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട്, മോഡുലസ് ഓഫ് സെറ്റ് റേസ്ഡ് ടു n is മോഡുലസ് ഓഫ് സെറ്റ് റേസ്ഡ് ടു n. കഴിഞ്ഞ പ്രോബ്ലം ആയി തന്നെ Z1ന്റെ വാല്യൂ ഇതാണ്, Z2ന്റെ വാല്യൂ ഇതാണെങ്കിൽ വാട്ട് ഈസ് റിയൽ പാർട്ട് ഓഫ് Z1 Z2 by Z1 bar? എന്താ ചെയ്യുക? ആദ്യം Z1 Z2 ആണ്. വാട്ട് ഈസ് Z1 Z2? Z1 Z2 by Z1 bar എന്താന്ന് എഴുതാം. Z1ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 2 minus I. Z2ന്റെ വാല്യൂ തന്നിട്ടുണ്ട് -2 plus I divided by Z1 bar. Z1 bar ഇതിന്റെ ബാറാണ് 2 plus I. അല്ലേ? Z1 bar is 2 plus I. Simplify. That's it. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ടാണ് വേണ്ടത്. ഇത് ആക്ച്വലി 2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. -4 പിന്നെ I² ആകുമ്പോൾ +1 പിന്നെ 2i plus 4i divided by 2 plus I. ഇത് -3 plus 4i divided by 2 plus I ആണ്. ഇത് വൃത്തിയിലാക്കാം. റിയൽ പാർട്ടിലേക്ക് കണ്ടത്. അപ്പോൾ യു മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ദ കോൺജുഗേറ്റ്. What is the denominator? 2 plus I into 2 minus I. 2 square minus I square. 4 plus 1, 5. അല്ലേ? 2 square minus I square. I square ന്റെ വാല്യൂ -1 ആണ്. അപ്പോൾ 4 minus -1. 4 plus 1, 5. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. -6 plus 4. -6 plus 4. -2. പിന്നെ +3i plus 8i plus 11i. അപ്പം റിയൽ പാർട്ട്, അപ്പോൾ അതിൻ്റെ വാല്യൂ ഇതാണ്. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? -2/5 plus 11/5i ആണ്. What is real part of that? Therefore, real part of Z1 Z2 divided by Z1 bar ന്റെ വാല്യൂ എന്താ മക്കളെ? ഇതിൽ റിയൽ പാർട്ട് -2/5, ഇമാജിനറി പാർട്ട് 11/5 ആണ്. ആൻസർ ഇസ് -2/5. അപ്പോൾ ഇതേ ചോദ്യം വേണമെങ്കിൽ വാട്ട് ഇസ് എ ഇമാജിനറി പാർട്ട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതിൽ ഇമാജിനറി പാർട്ടാണ് ചോദിച്ചെങ്കിൽ വാട്ട് ഇസ് ആൻസർ? ഇമാജിനറി പാർട്ട് ഓഫ് ചോദിച്ചില്ല, ഞാൻ വെറുതെ പറയാണ്. ഇമാജിനറി പാർട്ട് ഓഫ് Z1 Z2 ഡിവൈഡഡ് ബൈ Z1 ബാറിന്റെ വാല്യൂ എന്താ മക്കളെ? 11/5 ആണ് അല്ലേ? 11/5. ഓക്കെ. ഇനി അതേപോലെ വാട്ട് ഇസ് ദ ഇമാജിനറി പാർട്ട് ഓഫ് 1/Z1 Z1 ബാർ? ഇത് സിമ്പിൾ ആണ്. Z1 Z1 ബാർ മോഡ് Z1 സ്ക്വയർ ആണ് അല്ലേ? മോഡ് Z1 സ്ക്വയർ റിയൽ ആണ്. അപ്പോൾ 1/റിയൽ. അപ്പോൾ ഇതൊന്നും ആവശ്യമില്ല. അതായത് ദിസ് ഇസ് ഇമാജിനറി. ഇതിന്റെ വാല്യൂ എന്താ? ഇമാജിനറി പാർട്ട് ഓഫ് 1/mod Z1 സ്ക്വയർ ആണ്. മോഡ് Z1 സ്ക്വയർ എന്തായാലും റിയൽ നമ്പർ ആണ്. ഇത് റിയൽ നമ്പർ ആണ്. ദിസ് ഈസ് ഓൾവേസ് എ റിയൽ നമ്പർ, എ പ്യൂർലി റിയൽ നമ്പർ. അപ്പോൾ വാട്ട് ഈസ് ഇമാജിനറി പാർട്ട് ഓഫ് എ പ്യൂർലി റിയൽ നമ്പർ? ഇറ്റ് ഈസ് 0. അതിൻ്റെ ആൻസർ 0 ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ? അപ്പോൾ അവിടെ Z1 Z2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വേണ്ട. Z1 Z1 ബാർ എന്താ? മോഡ് Z1 സ്ക്വയർ ആണ്. മോഡ് Z1 സ്ക്വയർ എപ്പോഴും റിയൽ നമ്പർ ആണ്. എന്താണ്? മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇസ് ഓൾവേസ് എ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ. അപ്പോൾ 0 ആവാം. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് 0 ആവാം. കാരണം 0ന്റെ മോഡുലസ് 0 ആണ്. ഫൈൻഡ് ദ റിയൽ നമ്പേഴ്സ് x and y if x minus iy into 3 plus 5y is the conjugate of -6 minus 24i. അപ്പോൾ എന്താ റിസൾട്ട്? 3 plus 5y
ഇവിടെ x മൈനസ് ഐ വൈ, ഇതിന്റെ പ്രോഡക്റ്റ് ഈസ് ദ കോൺജുഗേറ്റ് ഓഫ് മൈനസ് 6 മൈനസ് 24i. ഇറ്റ് ഈസ് കോൺജുഗേറ്റ്. അപ്പോൾ മൈനസ് 6 മൈനസ് 24iയുടെ കോൺജുഗേറ്റ് ആണ്. അതാണ് തന്നില്ല. The product x minus iy into 3 plus 5y is equal to the conjugate of minus 6 minus 24i. Minus 6 minus 24i യുടെ വാല്യൂ എന്താ മക്കളെ? 6 minus 6 plus 24i ആണ്. x plus iy conjugate is x minus iy z bar. അപ്പോൾ minus 6 minus 24i യുടെ conjugate minus 6 plus 24i ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് 3x. റിയൽ പാർട്ട് ആദ്യം എഴുതാം. 3x ഈ ഐ വൈയും 5yയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5y വരും പ്ലസ് 5y അല്ലേ? മൈനസ് ഐ സ്ക്വയർ ഇസ് പ്ലസ് 1. ഇനി ഐ പാർട്ട് ഇക്വേറ്റ് ചെയ്യാം. പ്ലസ് ഐ ഇൻറ്റു ഐ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു 5y 5x വരും. പിന്നെ ഐ വൈ ഇൻറ്റു 3 മൈനസ് 3y. ഇതിൻ്റെ വാല്യൂ ആണ് മൈനസ് 6 പ്ലസ് 24i. രണ്ട് കോംപ്ലക്സ് നമ്പർ എപ്പോഴാണ് ഈക്വൽ ആവുക? നമ്മൾ ഇന്നലെ പഠിച്ചാണ്. ഒരു രണ്ട് കോംപ്ലക്സ് നമ്പർ എടുത്താൽ അതിൻ്റെ എന്താ പറയുക, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ അർത്ഥശൂന്യമാണ്, മീനിങ് ലെസ് ആണ്. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ടു എന്ന് പറയാം. എപ്പോഴാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ടു പറയാം? ദ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ആർ സെപ്പറേറ്റ്ലി ദ സെയിം. സെപ്പറേറ്റ്ലി സെയിം ആവണം. അപ്പോൾ ഇതിൽ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? യു ഗെറ്റ് 3x plus 5y is equal to minus 6. Imaginary part equate ചെയ്താൽ എന്ത് കിട്ടും? 5x minus 3y is equal to 24. അത് സോൾവ് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂ കാണും. ഫൈൻഡ് ദ റിയൽ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. എക്സ് വൈ കാണും. ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. യു മൾട്ടിപ്ലൈ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക എക്സെട്ര. ഞാനിത് ചെയ്യുന്ന വേറെ രീതിയിലാണ്. I will be doing it in some other way. ആ വേ ഒന്ന് നിങ്ങൾ പഠിക്കാൻ നോക്കാം. We call it rule of cross multiplication. ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഇതിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക അല്ലേ? ഇതിന് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇതിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 9 ആവും, ഇവിടെ 25 ആവും. 9ഉം 25ഉം കൂടി കൂട്ടിയാൽ 34 ആവും. ഇത് ക്യാൻസൽ ആവും. ഇത് 18 ആവും. ഇത് മൈനസ് 18. ഇത് എത്രയാവും? 24 ഇൻറ്റു 5 5 4 20 കറി 2 120 അല്ലേ? 120ന് 18 കുറയ്ക്കുക. അപ്പോൾ 102 ആണോ? 102 ആണ്. 102 ആകുമ്പം എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 102/34 ആണോ? 3 പോവോ? 4 3 കറി 1 3 3 1 10 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 ആണ്. യു ഗോട്ട് ദ വാല്യൂ ഓഫ് എക്സ് ആസ് 3. അപ്പോൾ യു ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. ഈ എക്സ് ഈക്വൽ ടു 3 ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇവിടെ 3 കൊടുത്തോളൂ. 15 ആയാൽ ഇതെന്താവും? 9 ആവും. അപ്പോൾ വൈയുടെ വാല്യൂ മൈനസ് 3 ആണോ? പതിനഞ്ചും 9 5 9 24. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 വൈ ഈക്വൽ ടു -3. റൈറ്റ്? ശരിയല്ലേ മക്കളെ? എക്സ് ഈക്വൽ ടു 3 വൈ ഈക്വൽ ടു -3. കോൺജുഗേറ്റ്. ഓക്കെ, റൈറ്റ്. ഞാൻ വേറെ വഴിക്ക് ചെയ്യില്ല, ഇത് മതി. ദർ ഇസ് അനദർ മെത്തഡ് കോൾഡ് റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയോ? ഈ സോൾവ് ചെയ്യാൻ, രണ്ട് സിസ്റ്റം ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ അത് എപ്പോഴും നല്ലതാണ് കേട്ടോ. റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. വി കോൾ ഇറ്റ് ക്രാമേഴ്സ് റൂൾ. നിങ്ങൾ മാട്രിസസിൽ പഠിക്കും അടുത്ത കൊല്ലം. ഓക്കെ, റൈറ്റ്. അടുത്തത്, ഫൈൻഡ് ദ മോഡുലസ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ മൈനസ് 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ. അത് വൃത്തിയിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ടേക്ക് ദ LCM. LCM എന്താ? 1 മൈനസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ LCM എടുക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇറ്റ് ഇസ് 1 പ്ലസ് ഐ സ്ക്വയർ മൈനസ് 1 മൈനസ് ഐ സ്ക്വയർ. 1 പ്ലസ് ഐ സ്ക്വയർ എന്താ മക്കളെ? ഇറ്റ് ഇസ് 1 പ്ലസ് 2y പ്ലസ് ഐ സ്ക്വയർ ആണ്. മൈനസ് 1 മൈനസ് ഐ സ്ക്വയർ എന്താ? 1 മൈനസ് 2y പ്ലസ് ഐ സ്ക്വയർ ആണ്.
divided by 1 plus I into 1 minus I 2 ആണ്. ഓക്കെ, അപ്പം ഈ 1ഉം 1ഉം വെട്ടിപ്പോവും, I സ്ക്വയറും വെട്ടിപ്പോവും, 2i ആഡപ്പ് ആവും. ഇറ്റ് ഇസ് 4i by 2. The value is 2i. അതിൻ്റെ മോഡുലസ് ആണ് ചോദിച്ചത്. What is modulus of 2i? Therefore, modulus of 2i is equal to 2. Answer is 2. Abhinav M. No, sir. ആയിക്കോട്ടെ, ഞാൻ റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞുതരാം. റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണ്, നിങ്ങൾ ഈ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതെല്ലാം ഒരു ഒരേ സ്റ്റൈലിൽ എഴുതാം. എന്നത് പറഞ്ഞുതരാം, പക്ഷെ അത് പറ്റുമോ നോക്കും. നല്ലതാണ്, കുറച്ച് കഴിഞ്ഞാൽ എളുപ്പമാവുന്നത്. ഇത് 3x മൈനസ് പ്ലസ് 5y പ്ലസ് 6 ഈക്വൽ 0 എഴുതാം. ഇത് 5x മൈനസ് 3y മൈനസ് 24 ഈക്വൽ 0 എഴുതാം. ഞാൻ എന്താ ചെയ്തത്, എല്ലാം ഒരു ഭാഗത്തേക്ക് ആക്കാം. ആദ്യം എക്സ് ടേം എഴുതാം, പിന്നെ ഹൗ ടു സോൾവ് എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അതാണ് റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറയുന്നത്. അപ്പോൾ ആദ്യം എക്സ് ടേം എഴുതാം, പിന്നെ വൈ ടേം എഴുതാം, പിന്നെ കോൺസ്റ്റന്റ് എഴുതാം, ഈക്വൽ ടു 0 ഫോം എഴുതാം. എന്നിട്ട് എക്സ് ഡിവൈഡഡ് ബൈ ഒരു ഡിറ്റർമിനന്റ് എഴുതാം. ഫിസിക്കലി മൈനസ് വൈ ഡിവൈഡഡ് ബൈ ഒരു ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് പറഞ്ഞാൽ നിങ്ങൾ ഈ ക്രോസ് പ്രോഡക്റ്റ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ നിങ്ങളിങ്ങനെ സാധനം പഠിച്ചോ. വാട്ട് ഈസ് എ ബി സി ഡി? വാട്ട് ഈസ് ഡിറ്റർമിനന്റ് എ ബി സി ഡി? ഒന്ന് പറയോ. വാട്ട് ഈസ് ഡിറ്റർമിനന്റ് എ ബി സി ഡി? എ ഇൻറ്റു ഡി മൈനസ് ബി ഇൻറ്റു സി. ഇത് പഠിച്ചിട്ടില്ലേ മക്കളെ? നിങ്ങൾ വെക്ടേഴ്സിലെ ക്രോസ് പ്രോഡക്റ്റ് പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഡിറ്റർമിനന്റ് എ ബി സി ഡി, എ ഡി മൈനസ് ബി സി. യെസ്, പഠിച്ചു. അപ്പോൾ ഞാനിവിടെ എക്സ് ബൈ സംതിങ് ഇസിക്കൽ ടു വൈ ബൈ സംതിങ് ഇസിക്കൽ ടു 1 ബൈ സംതിങ് എഴുതാം. എന്നിട്ട് ഈ 1 ബൈ സംതിങ്ങിൻ്റെ താഴെ ഇവിടെ നിങ്ങൾ ഒരു ഡിറ്റർമിനന്റ് എഴുതാം. ഈ ഡിറ്റർമിനന്റ് ഈ കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ കൂടുതൽ ആളാവണം. എക്സ് വൈ വൈ എക്സ് വൈ കണ്ടോ, 3 5 അതേ ഓർഡറിൽ എഴുതാം. 3 5 പിന്നെ 5 മൈനസ് 3 ഈ ഭാഗം. എക്സിന് എന്ത് ചെയ്യാം, എക്സിന് ഭാഗം മാറ്റിയിട്ട് ഇത് എഴുതാം, സ്കിഡ് ചെയ്തിട്ട് ഇത് എഴുതാം. 5 5 6 മൈനസ് 3 മൈനസ് 24. കുറച്ചുകൂടി വലുതാക്കിയത്. എന്താണ് 5 മൈനസ് 3 6 മൈനസ് 24. അപ്പോൾ വൈയുടെ ഭാഗം ഇത് ഒഴിവായില്ലേ. അപ്പം 3 6 പിന്നെ 5 മൈനസ് 24. അപ്പം ഞാൻ എന്താ ചെയ്തത് ശ്രദ്ധിക്കണേ. എക്സ് ബൈ സംതിങ് മൈനസ് വൈ ബൈ സംതിങ് 1 ബൈ സംതിങ് ഇങ്ങനെ എഴുതാം. ഈ 1 ബൈ സംതിങ്ങിൻ്റെ താഴെ ഈ കോഎഫിഷ്യന്റ് എഴുതാം. എക്സിന്റെ കോഎഫിഷ്യന്റും വൈയുടെ കോഎഫിഷ്യന്റും മാത്രം എഴുതാം. എക്സിന്റെ താഴെ എക്സ് മാറ്റിട്ട് ബാക്കിയുള്ള എഴുതാം. അത് പോവില്ല. അത് വന്നു ശരി. വയ്യ. 5 എന്താണ് വൈയുടെ താഴെ എന്താ പറയുക? വൈയുടെ താഴെ 3 6 5 മൈനസ് 2. ഓക്കെ, എക്സിന്റെ താഴെ ഈ സാർ, വൈയുടെ താഴെ ഈ സാർ, 1ന് താഴെ ഈ സാർ. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി സിമ്പിളാണ് കാര്യം. നോക്കൂ, ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ മക്കളെ? എക്സ് ബൈ ഇതിന്റെ വാല്യൂ എന്താ? ഇത് മൈനസ് ഇത് 108 മൈനസ് 108 പ്ലസ് 18 അല്ലെ, 120 പ്ലസ് 18 മൈനസ് 120 പ്ലസ് 18 എത്രയാ? മൈനസ് 120 പ്ലസ് 18 എത്രയാ മക്കളെ?
minus 102 is equal to minus y divided by minus 24 into 3 എത്രയാണ് 60 12 72 minus 72 minus 30 72 30 കൂടി കൂട്ടിയാൽ 102 അല്ലേ അതെ 102 minus 102 is equal to 1 by minus 9 minus 25 minus 34 ഇനി ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്താൽ വാട്ട് ദ വാല്യൂ ദിസ് എക്സിന്റെ വാല്യൂ എന്താ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്താൽ minus 102 divided by minus 34 is equal to 3 ഇനി ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്താലോ വൈയുടെ വാല്യൂ എന്താ മൈനസ് മൈനസ് വെട്ടി പോലെ അപ്പോൾ വൈയുടെ വാല്യൂ എന്താ 102 divided by minus 34 is equal to minus 3 therefore x equal to 3 y is equal to minus 1 ഇത് തുടക്കത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും പക്ഷെ ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ടൂളാണ് ഇത് നിങ്ങളുടെ സ്ട്രേറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററിൽ 2 സ്ട്രേറ്റ് ലൈൻസിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാണാൻ ഈ റൂളാണ് ഏറ്റവും എളുപ്പം ഓക്കെ സോൾവിങ് 2 ഇക്വേഷൻസ് ഓക്കെ അല്ലേ ഇത് മനസ്സിലായോ റൂൾ ഓഫ് ക്ലാസിഫിക്കേഷൻ മനസ്സിലായോ എല്ലാവർക്കും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് അറിയുന്ന 2 ഇക്വേഷൻസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എടുത്തിട്ട് വെറുതെ പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് കിട്ടുന്നോ നോക്കാം മറ്റേമാര് ചെയ്യുക ഈ മാരും ചെയ്യുക അപ്പോൾ കിട്ടുന്നെങ്കിൽ വെരി ഗുഡ് അല്ലേ അല്ലേ അങ്ങനെ പഠിക്കാം കേട്ടോ ക്ലിയർ വെരി ഗുഡ് വെരി ഗുഡ് അപ്പോൾ ഇതിൻ്റെ വാല്യൂ മോഡുലസ് ഓഫ് 2 ആണ് വാല്യൂ ഇനി അടുത്ത എന്താ 10ാമത്തെ ചോദ്യം എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ ക്യൂബ് ഈക്വൽസ് യു പ്ലസ് ഐ വി ആണ് ദെൻ ഷോ ദാറ്റ് യു ബൈ എക്സ് പ്ലസ് വി ബൈ വൈ ഈക്വൽസ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അപ്പോൾ തന്നിങ്ങനെ ഇതാണ് എക്സ് പ്ലസ് ഐ വൈ തന്നിങ്ങനെ ഇതാണ് എക്സ് പ്ലസ് ഐ വൈ ക്യൂബ് എക്സ് പ്ലസ് ഐ വൈ ക്യൂബ് ഇതിന്റെ വാല്യൂ യു പ്ലസ് ഐ വി ആണ് എക്സ് പ്ലസ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്നാ മക്കളെ വാട്ട് ഈസ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് a plus b the whole cube is a cube plus b cube plus 3ab into a plus b. ഇതാണ് a plus b whole cube. അതിവിടെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇറ്റ് ഇസ് എക്സ് ക്യൂബ് പ്ലസ് ഐ വൈ ദ ഹോൾ ക്യൂബ് ഡിവൈഡ് പ്ലസ് 3ab 3xy into y into a plus b x plus i. ഇതാണ് യു പ്ലസ് ഐ ബി എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി ഇതൊന്ന് വൃത്തിയിലാക്കിയിട്ട് റിയൽ പാർട്ടും ഇമാജിൻ പാർട്ടും ഇക്വേറ്റ് ചെയ്യാം ഒന്ന് വൃത്തിയിലാക്കൂ എക്സ് ക്യൂബ് ഉണ്ട് ഇവിടെ ഐ ക്യൂബ് ഉണ്ട് ഐ ക്യൂബിന്റെ വാല്യൂ എന്താ മൈനസ് ഐ ആണ് മൈനസ് ഐ വൈ ക്യൂബാണ് ഇനി ഇവിടെ ഐ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ഐ ഇൻറ്റു 3x സ്ക്വയർ വൈ ആണ് ഇനി ഐ 3xy ഇൻറ്റു ഐ വൈ ഐ സ്ക്വയർ മൈനസ് 1 ആണ് അപ്പം മൈനസ് 3xy സ്ക്വയർ ആണ് ഇതുപോലെ യു പ്ലസ് ഐ വി റെഡി അല്ലേ ഇനി റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യാം അപ്പം ചെയ്യേണ്ടത് എങ്ങനെയാണ് റിയൽ പാർട്ട് എന്താ ആദ്യം വൃത്തിയിൽ എഴുതിക്കൊള്ളൂ എക്സ് ക്യൂബ് minus 3xy square ഇതാണ് റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഇമാജിൻ പാർട്ട് എഴുതാം 3x സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബ് ഇത് തന്നിട്ടുണ്ട് യു പ്ലസ് ഐ വി ആണ് തന്നിട്ടുണ്ട് അപ്പോൾ 2 കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് ഇതിന്റെ റിയൽ പാർട്ട് യു ആണ് ഇമാജിൻ പാർട്ട് വി ആണ് ഇതിന്റെ റിയൽ പാർട്ട് ഇതാണ് എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ ആണ് ഇമാജിൻ പാർട്ട് ഇതാണ് അപ്പോൾ 2 കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ റിയൽ പാർട്ടും ഇമാജിൻ പാർട്ടും ഈക്വൽ ആയിരിക്കും അപ്പോൾ യു ഇക്വേറ്റ് ദ റിയൽ ആൻഡ് ഇമാജിൻ പാർട്ട് ഓൺ ബോത്ത് സൈഡ്സ് അപ്പോൾ ഇക്വേറ്റിംഗ് real and imaginary parts on both sides. Real and imaginary part.
on both sides. Right side and left side ഉള്ള real പാർട്ടും imaginary പാർട്ടും ഇക്വേറ്റ് ചെയ്യാം. റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? എക്സ് ക്യൂബ് മൈനസ് 3xy². എക്സ് ക്യൂബ് മൈനസ് 3xy² വാല്യൂ യു ആയിരിക്കും അല്ലേ? എക്സ് ക്യൂബ് മൈനസ് 3xy² വാല്യൂ യു ആവും. പിന്നെയോ 3x² മൈനസ് y³ വാല്യൂ വി ആവും. എന്താ ചോദ്യം? യു ബൈ എക്സ് പ്ലസ് വി ബൈ വൈയുടെ വാല്യൂ എന്താണ് ചോദ്യം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതിൽ നിന്ന് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിന് ഞാൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? യു ബൈ എക്സ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ എക്സ് ക്യൂബിന് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x² ആവും, മൈനസ് 3 എക്സ് വെട്ടിപ്പോവും, 3y² വരും അല്ലേ? ഇവിടെയോ വിയുടെ താഴെ y ആണ്. അപ്പോൾ y കൊണ്ട് ഡിവൈഡ് ചെയ്താൽ v ബൈ y ഇസ് ഈക്വൽ ടു, ഇവിടെ y കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 3x² ആവും, y വെട്ടിപ്പോവും. ഇവിടെ y³ ഉണ്ട്, ഇവിടെ y² ആവും. ഇനി അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇക്വേഷൻ നമ്പർ 1 വിചാരിച്ചോളൂ, ഇതാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിചാരിച്ചോളൂ. 1ഉം 2 കൂടി ആഡ് ചെയ്യാം. 1 പ്ലസ് 2 implies. അപ്പോൾ ഇതാണ് ഇക്വേഷൻ നമ്പർ 1, ഇതാണ് ഇക്വേഷൻ നമ്പർ 2, രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എന്താ? യു ബൈ എക്സ് പ്ലസ് വി ബൈ വൈ ഇസ് ഈക്വൽ ടു, രണ്ടും കൂടി ആഡ് ചെയ്യണേ. ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? യു ബൈ എക്സിന്റെ വാല്യൂ x² മൈനസ് 3y², അങ്ങനെ എഴുതിക്കോളൂ, x² മൈനസ് 3y² പ്ലസ് വി ബൈ വൈ എന്ന മക്കളെ 3x² മൈനസ് y² ആണ്, 3x² മൈനസ് y². നോക്കൂ, ഇവിടെ x² ഉണ്ട്, 3x² ഉണ്ട്, 3x² x² കൂടി ആഡ് ചെയ്താൽ 4x². ഇവിടെ 3y² y², അപ്പോൾ മൈനസ് 4y². അതെ, അപ്പോൾ ബേസിക്കലി 4 പുറത്തെടുത്താൽ 4 ഇൻറ്റു x² മൈനസ് y². അപ്പോൾ യു ബൈ എക്സ് പ്ലസ് വി ബൈ വൈ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു x² മൈനസ് y². ഇത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. യു ബൈ എക്സ് പ്ലസ് വി ബൈ വൈ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു x² മൈനസ് y² ആണെങ്കിൽ കെയുടെ വാല്യൂ എന്താണ്? കെയുടെ വാല്യൂ ഇസ് 4. സിമ്പിൾ അല്ലേ? ഇതൊക്കെ വളരെ ക്ലിയർ, സിമ്പിൾ ആണ്. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുക, ഇക്വേറ്റ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓൺ ബോത്ത് സൈഡ്സ്. This is problem number 10. Eleventh question. നല്ല ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. If alpha beta are different complex numbers, വെച്ചാൽ ആൽഫയും ബീറ്റയും അൺഈക്വൽ ആണ്. Alpha is not equal to beta. Different complex numbers. With mod beta equal to 1. Mod beta വാല്യൂ 1 ആണ്. മോഡ് ബീറ്റയുടെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് മോഡ് ബീറ്റ മൈനസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ ബാർ ബീറ്റ? അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. മോഡുലസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ബാർ ബീറ്റ. ഇതിന്റെ വാല്യൂ എന്താണെന്ന് ചോദ്യം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് പറയാം. ഈ ബീറ്റ മോഡ് ബീറ്റ 1 ആണ്. മോഡ് ബീറ്റ 1 ആണെങ്കിൽ ബീറ്റ ബാർ ബീറ്റ, ബീറ്റ ബാർ എഴുതിയാലും കുഴപ്പമില്ല, ബീറ്റ ബാർ ബീറ്റ എഴുതിയാലും കുഴപ്പമില്ല. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? മോഡ് ബീറ്റ സ്ക്വയർ അല്ലേ? ബീറ്റ ബാർ ഇസ് ബീറ്റ നമുക്കറിയാലോ, സെറ്റ് ബാർ ഇസ് മോഡ് സെറ്റ് സ്ക്വയർ, കേട്ടില്ലേ? സെറ്റ് ബാർ ഇസ് മോഡ് സെറ്റ് സ്ക്വയർ, നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പം മോഡ് ബീറ്റ, what is beta bar? Beta ബാറും ബീറ്റ ബാർ ബീറ്റയും സെയിം ആണ്. ബീറ്റ ബാറിന്റെ വാല്യൂ എന്താ? മോഡ് ബീറ്റ സ്ക്വയർ ആണ്. ആൻഡ് മോഡ് ബീറ്റ 1 ആയതുകൊണ്ട് ബീറ്റ ബാർ 1 ആയിരിക്കും. കാരണം മോഡ് ബീറ്റ 1 ആണ്, അപ്പോൾ ബീറ്റ ബാർ 1 ആണ്. അപ്പോൾ ഈ 1ന്റെ സ്ഥാനത്ത് ബീറ്റ ബാർ വെക്കാം. You can substitute instead of 1 beta.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടാം? അപ്പോൾ ഇതിന് പകരം എന്താ എഴുതാം? മോഡുലസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ. അത് തോന്നില്ല, അതാണ് ഈ പ്രോബ്ലത്തിന്റെ പ്രശ്നം. ഈ 1ന്റെ സ്ഥാനത്ത് ബീറ്റ ബാർ ബീറ്റ വെച്ചോണ്ടും കുഴപ്പമില്ലല്ലോ. ബീറ്റ ബാർ ആണ്, വേണമെങ്കിൽ ബീറ്റ ബാർ ബീറ്റ വെച്ചാലും കുഴപ്പമില്ല. ഇതിനൊരു ഉദ്ദേശമുണ്ട്, ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമില്ലല്ലോ അല്ലേ. അപ്പം നമുക്ക് മാറ്റണ്ട, ബീറ്റ ബാർ മോഡുലസ്. അപ്പൊ താഴെ നോക്കൂ, ഇവിടെയും ബീറ്റുണ്ട്, ഇവിടെ ബീറ്റുണ്ട്. അപ്പൊ ബീറ്റ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, ബീറ്റ ക്യാൻ ബി ടേക്കൻ ഔട്ട് സൈഡ്. അപ്പോൾ നമുക്ക് ബീറ്റ പുറത്തെടുക്കാം. അപ്പോൾ ഇത് താഴെ ബീറ്റ പുറത്തെടുക്കാം. ബീറ്റ ഇൻറ്റു ബീറ്റ ബാർ മൈനസ് ആൽഫ ബാർ. റെഡി അല്ലേ? ഇവിടെ ബീറ്റ മൈനസ് ആൽഫ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡുലസ് ഓഫ് Z1 Z2. വാട്ട് ഇസ് മോഡുലസ് ഓഫ് Z1 by Z2? Modulus of Z1 by Z2 is modulus of Z1 by modulus of Z2. And also we have learned modulus of Z1 Z2 is equal to modulus of Z1 into modulus of Z2. Also you know one more thing, the modulus of Z bar is equal to mod Z. And also you know one more thing, in the Z1 minus Z2, അല്ലെങ്കിൽ Z1 plus Z2 bar is Z1 bar plus Z2 bar. ഇത്രയും പ്രോപ്പർട്ടീസ് ഒരുമിച്ച് വരുന്ന ഒരു പ്രോബ്ലം ആണ്. അതുകൊണ്ട് ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ മക്കളെ? ഇറ്റ് ഇസ് മോഡുലസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ബീറ്റ ഇൻറ്റു മോഡുലസ് ഓഫ് ബീറ്റ ബാർ മൈനസ് ആൽഫ ബാർ. കൂടെ മോഡുലസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ബീറ്റ ഇൻറ്റു മോഡുലസ് ഓഫ് ബീറ്റ ബാർ മൈനസ് ആൽഫ ബാർ. ഇത് നമുക്ക് വാട്ട് ഇസ് മോഡുലസ് ഓഫ് ബീറ്റ തന്നിട്ടുണ്ട്, 1 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് മോഡുലസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഹോൾ ബാർ. മോഡ് ബീറ്റ 1 ആണ്, പിന്നെ ബീറ്റ മൈനസ് ആൽഫ ഹോൾ ബാർ ഇട്ടാം. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസും അതിന്റെ കോൺജുഗേറ്റിന്റെ മോഡുലസും സെയിം ആണ്. അതുകൊണ്ട് അതിന്റെ വാല്യൂ 1 ആണ്. ആൻസർ ഇസ് 1. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് ദിസ് ക്ലിയർ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. മനസ്സിലായോ മക്കളെ എല്ലാവർക്കും? അതിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഐഡിയ എന്താ വെച്ചാൽ ഈ 1ന്റെ സ്ഥാനത്ത് ബീറ്റ ബാർ വെക്കുകയാണ്, പിന്നെ ആ പ്രോപ്പർട്ടീസ് വെക്കുന്നതും ശ്രദ്ധിക്കാം. കുറച്ച് സ്റ്റെപ്സേ ഉള്ളൂ, 1, 2, 3 സ്റ്റെപ്പിൽ ആൻസർ ആയി. അടുത്തത് ഫൈൻഡ് ദ നമ്പർ ഓഫ് നോൺ സീറോ ഇന്റിജർ സൊല്യൂഷൻസ്. പൂജ്യം അല്ലാത്ത ഇന്റിജർ സൊല്യൂഷൻസ് ഓഫ് മോഡുലസ് ഓഫ് 1 മൈനസ് I റേസ് ടു x ഈക്വൽസ് 2 പവർ x. എക്സിന്റെ വാല്യൂ സൊല്യൂഷൻ പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ആണ്. അപ്പൊ മോഡുലസ് ഓഫ് 1 മൈനസ് I റേസ് ടു x ഇതാണ് 2 പവർ x. മോഡുലസ് ഓഫ് 1 മൈനസ് I പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ √2 ആണ്. അപ്പൊ ഇത് √2x ആണ്. √2 റേസ് ടു x is equal to 2 power x. √2 raised to x is 2 power x, right? അപ്പോൾ √2 പറഞ്ഞാൽ 2 raised to half ആണ്. അപ്പോൾ 2 raised to half പറയുമ്പോൾ x by 2 is equal to 2 raised to x. Two raised to x by 2 equals 2 raised to x. അല്ലേ? അപ്പോൾ x by 2ന്റെ വാല്യൂ x ആണ്. x by 2ന്റെ വാല്യൂ x ആണ്. അപ്പോൾ നോൺ സീറോ ഇന്റിജർ സൊല്യൂഷൻസ്. What are the non-zero integer solutions? സീറോ മാത്രമല്ലേ സൊല്യൂഷൻസ് ഉള്ളൂ, നോൺ സീറോ ഇൻറ്റിജർ സൊല്യൂഷൻസ് ഇല്ലല്ലോ. x by 2ന്റെ വാല്യൂ x ആണ്, എക്സിന്റെ വാല്യൂ 0 മാത്രമല്ലേ വരൂ. ഫൈൻഡ് ദ നമ്പർ ഓഫ് നോൺ സീറോ ഇൻറ്റിജർ സൊല്യൂഷൻസ്. അപ്പോൾ നോൺ സീറോ ഇൻറ്റിജർ സൊല്യൂഷൻസ് ഇല്ല. x by 2 ഈക്വൽസ് x ആകുമ്പം
x equals 0 is the only solution. For non-zero integer solutions, nil. Or 0. Non-zero integer solutions illa. Right. 13. A plus IB into C plus ID into E plus IF into G plus IH is equal to A plus IB, and then show that A square plus B square etc. No, A square plus B square this modulus alle. This modulus root of C square plus B square. You take the modulus on both sides. A plus IB into C plus ID into E plus IF into G plus IH. This value on A plus IB. You take the modulus on both sides. Take modulus on both sides. Left side lum right side lum modulus edukka. Appo endha varia? Modulus of A plus IB into C plus ID into E plus IF into G plus IH is equal to modulus of A plus IB. Now, what is modulus of Z1, Z2, Z3, Z4? Modulus of Z1 into modulus of Z2 into modulus of Z3 into modulus of Z4. But this is modulus of A plus IB into modulus of C plus ID into modulus of E plus IF into modulus of G plus IH is equal to modulus of A plus IB. You know modulus of A plus IB and the root of A square plus B square. What is modulus of C plus ID? Root of C square plus D square. Root of E square plus F square. Root of G square plus F square. G square plus H square is equal to A square root of A square plus B square. You square both sides. Left side and right side of squaring. Squaring both sides. Left side and right side squaring. It is A square plus B square into C square plus D square into E square plus root into G square plus F square H square equal to A square plus B square. This is prove concept. What a simple ആണ്. Just take the modulus on both sides. ഒരുപാട് ചോദ്യമായി. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് ഒരു ചോദ്യം എന്തായാലും ബോർഡിന് പ്രതീക്ഷിക്കാം. Taking modulus on both sides. Okay. ഈ ഭാഗത്ത് ഈ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ചാപ്റ്ററിൽ ഞാൻ JEE മെയിൻസിൽ വരുന്ന ചോദ്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം കോംപ്ലക്സ് നമ്പറിൽ JEE മെയിൻസ് കുറച്ച് എൻറ്റയർലി ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ചോദിക്കുക. അതുകൊണ്ട് വി നീഡ് നോട്ട് ഗോ ഇൻ ടു ദാറ്റ്. കാരണം കോംപ്ലക്സ് നമ്പേഴ്സ് ഭയങ്കര ഹെവി ചാപ്റ്ററാണ് ആസ് വെൽ ആസ് JEE ഈസ് കൺസെപ്റ്റ്. അപ്പോൾ JEEക്ക് നിങ്ങൾ വേറെ ബുക്ക് വാങ്ങി വേറെ പഠിക്കണം. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ അനദർ സീരീസ് ഓഫ് ക്ലാസ്സസ്. നമ്മളെ റിപ്പീറ്റേഴ്സ് ബാച്ച് ക്ലാസ്സിൽ ലൈവ് പോകുന്നുണ്ട്. അപ്പോൾ ആ ലൈവ് കണ്ടാൽ മതി. ഓക്കെ, വേണമെങ്കിൽ ഇഷ്ടംപോലെ ലൈവോ നമ്മളെ ഇതിൽ തന്നെ ഉണ്ട്, ആപ്പിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ലൈവ് കാണും. ഓക്കെ, അതാണ് ഏറ്റവും ഉണ്ടാവുക. കാരണം ഇതിൽ ഞാനത് അത്രയ്ക്കും ഭയങ്കര വ്യത്യാസമായി. കോംപ്ലക്സ് നമ്പേഴ്സ് ഫോർ ബോർഡ് ആൻഡ് കോംപ്ലക്സ് നമ്പേഴ്സ് ഫോർ JEE ഭയങ്കര വ്യത്യാസമാണ്. അതുകൊണ്ട് ട്രിഗണോമെട്രി പഠിപ്പിക്കാം. ട്രിഗണോമെട്രി വിത്ത് നമ്മളെ ബോർഡ് പഠിക്കുമ്പോൾ തന്നെ ട്രിഗണോമെട്രി പഠിപ്പിക്കാം. എന്നാലും ട്രിഗണോമെട്രി ഞാൻ മുഴുവനൊന്നും പറഞ്ഞിട്ടില്ല. കുറേ ലെങ്തി ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് JEEക്ക്. പക്ഷേ കോംപ്ലക്സ് നമ്പേഴ്സ് ഒരിക്കലും തൊടാൻ പറ്റില്ല. അത്രയധികം കോംപ്ലക്സ് നമ്പേഴ്സ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ JEEക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. 14 1 plus I by 1 minus I raised to m is equal to 1 ആണെങ്കിൽ find the least positive integral value of m. Integer value of m എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂ, നാച്ചുറൽ നമ്പർ വാല്യൂ ഓഫ് അതാണ് ചോദ്യം.
If x equals 7, then x plus 7 equals എന്താ മുന്നേ പറഞ്ഞ if x equals 7 അതെന്താ ചോദ്യം മനസ്സിലായില്ല if x equals 7 then x plus 7 equals എന്താ മുന്നേ പറയണ എനിക്ക് മനസ്സിലായില്ല ഏത് ചോദ്യ x equals 7 x equals 7 ആണ് ഇതിന്റെ വാല്യൂ x equals 7 ആണ് എന്താ സംഭവിക്കുക 7/2 ഏത് ചോദ്യത്തിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല പോട്ടെ അടുത്ത 1 plus I by 1 minus I raised to m is equal to 1 for the least positive integer value of n എന്താ ചെയ്യാം 1 plus I അത് മാത്രം സിംപ്ലിഫൈ 1 plus I by 1 minus I ഇത് മാത്രം സിംപ്ലിഫൈ you multiply this with എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് കോൺജുഗേറ്റ് അതൊരു ഡിനോമിനേറ്റർ what is the conjugate of denominator 1 plus I മുകളിലും താഴെയും 1 plus I ഉണ്ട് അപ്പോൾ 1 plus I divided by 1 minus I യുടെ വാല്യൂ into 1 plus I 1 minus I 1 plus I മൾട്ടിപ്ലൈ ചെയ്യും what is the denominator 1 plus I into 1 minus I 1 square minus I square that is 2 മുകളിൽ 1 plus I the whole square what is 1 plus I whole square 1 plus 2I plus I square divided by 2 I square minus 1 ആണ് ഇത് വെട്ടിപ്പോകും അപ്പോൾ 2I by 2 I വരും അപ്പോൾ 1 plus I by 1 minus I യുടെ വാല്യൂ I ആണ് കുഴപ്പമില്ല മിസ്റ്റേക്ക് അപ്പോൾ ഇതിന്റെ വാല്യൂ I ആണ് അപ്പോൾ ഈ ചോദ്യം എന്താവും therefore 1 plus I by 1 minus I whole raised to m can be written as I raised to m and that is equal to 1 അപ്പോൾ I raised to m 1 ആവുന്ന മിനിമം വാല്യൂ ഓഫ് m ഇന്നലെ ഡിസ്കസ് ചെയ്താണ് എന്താ വാട്ട്സ് ദ ആൻസർ വാട്ട്സ് ദ മിനിമം വാല്യൂ ഓഫ് m for which I നാച്ചുറൽ നമ്പർ ആണോ what is the minimum least positive integer value of m for all what all values of m I raised to m is equal to 1 m 0 ആകുമ്പോൾ 1 ആണ് m 4 ആകുമ്പോൾ 1 ആണ് 4 ആകുമ്പോൾ 1 ആണ് 8 ആകുമ്പോൾ 1 ആണ് 12 ആകുമ്പോൾ 1 ആണ് 16 ആകുമ്പോൾ 1 ആണ് what is the least value of m for least value of m least positive integer value of m for which I raised to m is equal to 1 is m equals 4 അല്ലേ 4 ആണ് what is the least value of n for which I raised this is a real number ഇത് റിയൽ നമ്പർ ആവുന്ന ലീസ്റ്റ് വാല്യൂ ഓഫ് എം എന്താ 2 ആണ് അല്ലേ ഇത് റിയൽ നമ്പർ ആവുന്ന ലീസ്റ്റ് വാല്യൂ എന്താ 2 ആണ് കാരണം അത് -1 ആവും m 2 ആവുമ്പോൾ -1 ആവും ഓക്കെ ദാറ്റ്സ് ഇറ്റ് അപ്പം വിത്ത് ദാറ്റ് വിൽ ക്ലോസ് ടുഡേസ് ക്ലാസ് ഇത്രയേ ഉള്ളൂ കോംപ്ലക്സ് നമ്പേഴ്സ് ആസ് വെൽ ആസ് ദിസ് ഇസ് കൺസെപ്റ്റ് നമുക്ക് കുറച്ച് അടുത്ത ദിവസം കുറച്ച് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ ബോർഡിനും CBSEക്കും സ്റ്റേറ്റിനും വന്നുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം പിന്നെ 1-2 ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗത്ത് നിന്ന് എന്താ പറയുക ന്യൂ ആയിട്ടുള്ള ടോപ്പിക്കാണ് JEEക്ക് ചോദിക്കുക അപ്പോൾ അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല പക്ഷേ എന്നാലും എന്താ പറയുക ഒരു ഗ്ലിംസ് തരാം JEEക്ക് വരുന്ന ചോദ്യത്തിന് ഗ്ലിംസ് തരാം അടുത്ത ആഴ്ച ഓക്കെ താങ്ക് യു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കുക കേട്ടോ വിത്ത് ദാറ്റ് വിൽ ക്ലോസ് ടുഡേസ് ക്ലാസ് താങ്ക് യു Okay, no problem.